നമസ്കാരം. ന്യൂസ് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മാധ്യമ മേഖലയിലും മാധ്യമപ്രവർത്തകർക്കിടയിലും ഉണ്ടാകുന്ന അനഭിലഷണീയമായ പ്രവണതകളെ തുറന്നു കാണിക്കുകയാണ് ന്യൂസ് ലാബ് എപ്പോഴും ചെയ്യുന്നത്. ന്യൂസ് ലാബിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് സുനോജ് വർക്കി എന്ന ആൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കുറിപ്പ്. അത് മാധ്യമ രംഗത്തെ ആകമാനം ഞെട്ടിക്കുന്ന ഒന്നായിട്ട് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഈ സുനോജ് വർക്കി എന്ന് പറയുന്ന ആളെ നമ്മൾ കണ്ടെത്തി. അദ്ദേഹത്തെ നമ്മുടെ ലൈവിൽ എത്തിച്ചിട്ടുണ്ട്. സുനോജ് വർക്കി എഴുതിയ പോസ്റ്റിൻ്റെ തുടക്കം, അതിൻ്റെ ഒരു സാരാംശം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. LDF ഭരണ നേട്ടത്തിൽ ഏറ്റവും പ്രശംസനീയമായ നേട്ടങ്ങളിലൊന്ന് ആരോഗ്യ മേഖലയിൽ നമ്മൾ കൈവരിച്ച പുരോഗതിയാണ്. അതേസമയം കഴിഞ്ഞ മന്ത്രിസഭയിൽ മാപ്രകളാൽ ഏറ്റവും കൂടുതൽ നീതിരഹിതമായും ക്രൂരമായും വേട്ടയാടപ്പെട്ടയാൾ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് എന്ന് തുടങ്ങുന്ന പോസ്റ്റ് അവസാനിക്കുന്നത് ഇടയ്ക്ക് പറയുന്നുണ്ട്. അതിനെന്താ എന്നല്ലേ ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ ന്യൂസ് ലാബ് പോലെ മാധ്യമ വിമർശനം നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ എത്തിച്ചത് ഈ ട്വിസ്റ്റാണ്. അതായത് മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. അവിടെ അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ അബിൻ വർക്കിയാണ് മത്സരിക്കുന്നത്. അബിൻ വർക്കിയുടെ ഒരു PR സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ PR കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ കൃഷ്ണമോഹൻ എന്ന് പറയുന്ന റിപ്പോർട്ടറാണ്. അത് സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടേറെ കാലമായി മാധ്യമ രംഗത്ത് നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് അത് ഞെട്ടലുളവാക്കുന്ന സംഗതിയാണ്. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയം ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി വർത്തിക്കുന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും സുനോജിന് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് തിരക്കി നോക്കാം. സുനോജ്, ശരിക്കും എന്താണ് ഈ സംഭവം? ഈ നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നിങ്ങൾ വരാൻ കാരണമായ സംഗതികൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ ഞാൻ വളരെ റെഗുലറായിട്ട് ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ആളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളുമാണ്. രാഷ്ട്രീയം വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അങ്ങനെ എനിക്ക് അത്യാവശ്യമായ ഇൻഫോസൊക്കെ പല സ്ഥലത്തു നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയൊരു ഇൻഫോയാണ് ഈ അബിൻ വർക്കിയുടെ PR, അതായത് പബ്ലിക് റിലേഷൻസ്, മീഡിയ റിലേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പിൽ മെയിൻ അഡ്മിനായിട്ട് വന്നിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ പത്തനംതിട്ട റിപ്പോർട്ടറാണ് എന്നുള്ളത്. സ്ഥാനാർത്ഥികൾക്കും നേതാക്കന്മാർക്കും ഒക്കെ മീഡിയ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് സാധാരണമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു ഇലക്ഷൻ മത്സരിക്കുമ്പോൾ മീഡിയ കാര്യങ്ങൾ അറിയിക്കാനൊക്കെ ഒരു മീഡിയ ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന സാധാരണ ഒന്നുകിൽ അതിൻ്റെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളോ, അല്ലെങ്കിൽ അവരുടെ ഒരു നേതാവിൻ്റെ ആണെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും പേജുകളും കൈകാര്യം ചെയ്യുന്ന ഒരാളോ ഒക്കെ ആയിരിക്കും. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കാറ്. അതെ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ അബിൻ വർക്കിയുടെ PR അഥവാ പബ്ലിക് റിലേഷൻസ്, മീഡിയ റിലേഷൻസ് ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്ന മെയിൻ അഡ്മിൻ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ പത്തനംതിട്ട റിപ്പോർട്ടറാണ് എന്ന് കണ്ടത്. വളരെ ഞെട്ടലോടെയാണ് ഞാനത് കാണുന്നത്. അത് ഞെട്ടാനുള്ള കാരണമൊന്നുമില്ല. ഞാൻ ആ പോസ്റ്റ് ഇടുന്നതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ഇതിനു മുമ്പേ വീണ ജോർജിനെതിരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും അതിന് നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ഇന്ന് രാവിലെ സംഭവിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം കാണുന്നത് ഈ മീഡിയ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ഇയാളാണെന്നാണ്. പിന്നെയാണ് ഞാൻ അയാളുടെ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുന്നത്. സെർച്ച് ചെയ്ത് ഞാൻ അന്തം വിട്ടുപോയി. അയാൾ ചെയ്തിരിക്കുന്ന സ്റ്റോറികളിൽ ഭൂരിഭാഗവും വീണ ജോർജിനെ ടാർഗറ്റ് ചെയ്തു. അവരെ വ്യക്തി അധിക്ഷേപം നടത്തുവാനോ അവരെക്കുറിച്ച് നുണപ്രചരണം നടത്താനോ വേണ്ടിയാണ് അയാൾ റിപ്പോർട്ടുകൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കണ്ട ഒരു ബൈറ്റിൽ പത്തനംതിട്ടയിൽ വീണ ജോർജ് നടത്തിയ എന്തോ ഒരു പരിപാടിയുടെ ശേഷം മാധ്യമങ്ങളെ കാണുന്ന ഒരു ബൈറ്റിൽ കണ്ടത് വീണ ജോർജിനോട് ചാടി കടിക്കാൻ ചെല്ലുന്ന, അവരോട് വളരെ പ്രകോപനപരമായിട്ട് ഇടപെടുന്ന ഈ റിപ്പോർട്ടറെ ഞാൻ കാണും. അപ്പോൾ ഏകദേശം ഒരു ചിത്രം ഇയാളെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് വീണ്ടും ഇയാൾ എന്താണ് എന്നൊക്കെ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ ഏഷ്യാനെറ്റിൻ്റെ പത്തനംതിട്ട റിപ്പോർട്ടറാണെന്നൊക്കെ ക്ലിയറായിട്ട് മനസ്സിലായി. കൂടുതൽ കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇടുന്നത്. അങ്ങനെയാണ് ഈ പോസ്റ്റിലേക്ക് വരാനുള്ള കാര്യം.
പോസ്റ്റ് ഇട്ടതിന് ശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ധാരാളം കമൻറ്റുകളൊക്കെ വന്നു. ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ റിപ്പോർട്ടിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള കുറേ കമൻറ്റുകൾ വരുന്ന ശ്രദ്ധിച്ചു. അത് അവർ പറയുന്ന വീണ ജോർജിന് ഇതുപോലെ ഒരു മീഡിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലും ആൾക്കാർ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ടോ ആൾക്കാരെ എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിയാണ്. ഞാനത് പരിശോധിച്ച് നോക്കിയപ്പോൾ വീണ ജോർജിനൊന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സകല നേതാക്കന്മാർക്കും ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും മീഡിയ ഗ്രൂപ്പ് ഉണ്ട്. അതിലൊക്കെ ആൾക്കാർ അഡ്മിൻസ് ഉണ്ട്, ആൾക്കാരെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ മാധ്യമപ്രവർത്തകരെ ആഡ് ചെയ്യും. മീഡിയ ഗ്രൂപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരെ ആയിരിക്കും. അതെ, അത് സ്വാഭാവിക പ്രക്രിയയാണ് അതൊക്കെ. പക്ഷേ ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ മെയിൻ അഡ്മിൻ തന്നെയാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റിലെ റിപ്പോർട്ട്. പുള്ളിക്കാരനാണ് ഇതിനെ മൊത്തം നിയന്ത്രിക്കുന്നത്. ഇത് ന്യായീകരിക്കാൻ വന്ന് പറഞ്ഞവർ പറയുന്ന സംഭവം, ഇതിൽ ഞാൻ വീണ ജോർജിനെ ആഡ് ചെയ്തു, അല്ലെങ്കിൽ വീണ ജോർജിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ ആഡ് ചെയ്തു. ഈ പറയുന്നവരൊന്നും ആ ഗ്രൂപ്പിന്റെ അഡ്മിനോ ഒന്നുമല്ല. അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, അതിനകത്തെ ഓരോ ഗ്രൂപ്പിലും അഡ്മിന് മാത്രമല്ല ആൾക്കാരെ ആഡ് പ്രൊവിഷനുണ്ട്. മിക്കവാറും എല്ലാ മെമ്പേഴ്സിനും അതിനകത്ത് പരിചയമുള്ള മാധ്യമപ്രവർത്തകരെ ആഡ് ചെയ്യാനും പ്രൊവിഷനുണ്ട്. ചിലപ്പോൾ ഒരു പരിശോധന ഉണ്ടാവും അഡ്മിൻ്റെ ഭാഗത്ത് നിന്ന്. അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വന്ന എൻ്റെ പോസ്റ്റിന് കമൻ്റായിട്ട് വന്ന സ്ക്രീൻഷോട്ടുകളിൽ മിക്കതിലും ടൈം സ്റ്റാമ്പ് പരിശോധിച്ചാൽ അറിയാം, ഞാൻ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് മിക്കയിടത്തും ധൃതി പിടിച്ച് ആൾക്കാരെ ആഡ് ചെയ്യുന്നത് കാണുന്നുണ്ടായത്. എന്തിനാണോ ചെയ്തതെന്നുള്ള കാര്യം ആരേക്കാണ് അങ്ങനെ ആഡ് ചെയ്തത്? എൻ്റെ പോസ്റ്റിന്റെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ അതിനെ നോക്കുന്നുണ്ട്. വീണ ജോർജ് ഗ്രൂപ്പിലും ആൾക്കാരെ ഞാൻ പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിന്റെ ടൈം സ്റ്റാമ്പ് പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഏകദേശം ഒരു 11:40 കൂടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത്. അവർ ആളുകളെ ധൃതി പിടിച്ച് ആഡ് ചെയ്യുന്നതൊക്കെ 11:50 അത് 12 മണിക്കും ശേഷമൊക്കെയാണ്. അതിൽ പലരെയും ഈ പറയുന്ന പത്രപ്രവർത്തകർ ഉൾപ്പെടെ ചില ഗ്രൂപ്പുകളിൽ വീണ ജോർജിന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു നാടകം നടത്തുന്നുണ്ട്. അതിനകത്ത് ഇന്നയാളെ ആഡ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ ടൈം സ്റ്റാമ്പ് വെച്ച് വെച്ചാലും അറിയാം, ഞാൻ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം അതിൽ വന്നിട്ട് ആൾക്കാരെ ആഡ് ചെയ്യുന്ന ഒരു പുറോട്ട് നാടകം കാണിക്കുന്നത്. ഇവരെ എന്തായാലും ഇങ്ങനെ പോസ്റ്റ് ഇട്ടതിനോടുകൂടി ഒരു കാര്യം തീർച്ചയാണ്, ഇവരാരും അറിയില്ല എന്ന് വിചാരിച്ച് കേരളത്തിൽ ഇടനീളം UDF-നായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നതിൻ്റെ ചില അങ്കലാപ്പിലാണ് അവരിപ്പോൾ ഉള്ളത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നതാണ് തന്നെയാണ് നമ്മുടെ. അല്ല സുനോജ്, ഇപ്പം ഞാനടക്കമുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എല്ലാവർക്കും രാഷ്ട്രീയമുള്ള ആളുകളാണ്. അത് ചിലർ സോഷ്യൽ മീഡിയ വഴി, ഇപ്പം ഞാനടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ രാഷ്ട്രീയമൊക്കെ പങ്കുവെക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പം നിങ്ങളൊക്കെ ഈ CPM-ൻ്റെ സൈബർ വിഭാഗത്തിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ആണല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും ഷാനോസ് ഡേവിഡ് എന്നുള്ള പേര് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഞാനില്ല. നമ്മളെ സാധാരണ ഈ സുനോജ് പറഞ്ഞൊരു കാര്യത്തിനകത്തൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയാണ്. ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കുമ്പോൾ ഇപ്പം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്, കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇവൻ്റാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് വിവിധ സ്ഥാനാർത്ഥികളുണ്ടാവും. ആ സ്ഥാനാർത്ഥികൾക്കൊക്കെ വേണ്ടി മീഡിയ വിങ്ങുകളുണ്ടാവും. അതിനകത്തൊക്കെ അഡ്മിന്മാരുണ്ടാവും. അതിനകത്തൊക്കെ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഉണ്ടാവും. അതായത് മുതിർന്ന മാധ്യമപ്രവർത്തകർ മുതൽ ലോക്കൽ തട്ടിൽ താഴെത്തട്ടിലുള്ള മാധ്യമപ്രവർത്തകർ വരെ ഉണ്ടാവും. പക്ഷേ അവിടെയൊന്നും മാധ്യമപ്രവർത്തകർ അഡ്മിന്മാരായിരിക്കത്തില്ല. കാരണം ആ ഉത്തരവാദിത്തം അല്ല അവരുടെ പണി. അവരുടെ പണി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഈ മാനവരെ അറിയിക്കുക. അതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പണി എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെ കേരളത്തിലെ ജനങ്ങളെ, ലോകത്താകമാനമുള്ള മലയാളികൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏഷ്യാനെറ്റിൻ്റെ പത്തനംതിട്ട റിപ്പോർട്ടറെയും ഏഷ്യാനെറ്റ് തിരുവനന്തപുരം റിപ്പോർട്ടറെയും കേരളത്തിലെയും ഈ ലോകത്തെയും ഈ രാജ്യത്തെയും സർവമാന ദൃശ്യ പത്ര മാധ്യമ പ്രവർത്തകരുടെ പണിയെന്ന് പറയുന്നത്. ഈ ജോലി, അതായത് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നാട്ടുകാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ജോലി. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു PR വർക്ക് നടത്തുന്നതിന് വേണ്ടിയോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഏഷ്യാനെറ്റ് അറിഞ്ഞിട്ടാണ് ഇതിങ്ങനെ പത്തനംതിട്ട റിപ്പോർട്ടർ ഈ പറയുന്ന പോലെ അബിൻ വർക്കിയുടെ PR വിങ്ങിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. PR എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം, പ്രത്യേകിച്ച് വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ നോക്കിയാൽ PR എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒഴിച്ചുകൂട്ടാനാവാത്തൊരു സംഗതിയാണ്. കാരണം അവർ ഈ ആളുകളുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്തതുകൊണ്ട് PR സ്ട്രാറ്റജിയിൽ കൂടെയൊക്കെ ആളുകളിലേക്ക് പെട്ടെന്ന് കടന്നു ചെല്ലാനൊക്കെ കഴിയാറുമുണ്ട്. അപ്പോൾ അവർ PR ഉപയോഗിക്കും. ആ PR-ൻ്റെ ഭാഗമായി ഒരു മാധ്യമപ്രവർത്തകൻ നിൽക്കുന്ന ഒരു കുറ്റകൃത്യമാണെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷേ അതിനുശേഷം മറ്റാളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു നിലപാടായിട്ടാണ് എനിക്ക് വിലയിരുത്താൻ തോന്നുന്നത്. അപ്പം ഞാനീ ചോദിക്കുന്നത്,
ഈ മാധ്യമപ്രവർത്തകൻ ഈ കൃഷ്ണമോഹൻ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തനല്ലേ പണ്ട് ഓമനക്കുട്ടൻ സഖാവിനെതിരായിട്ടുള്ള വാർത്ത ചെയ്തു എന്ന് ഇടത് ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന അതേ കൃഷ്ണമോഹൻ തന്നെയല്ലേ ഇത്? അതേ കൃഷ്ണമോഹൻ തന്നെയാണ് ഇതേ കൃഷ്ണമോഹൻ. വേറൊരു കാര്യമുണ്ട് ഷാനോസ് പറയാനുള്ളത്. ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ആകരുതെന്ന് പറയാൻ നമുക്ക് കൈരളിയോടോ ദേശാഭിമാനിയോടോ ഒരു ഇടതുപക്ഷ പ്രവർത്തകന് വേണ്ടി പ്രവർത്തിക്കരുതെന്ന് പറയാൻ പറ്റില്ല. പ്രവർത്തിക്കരുതെന്നല്ല, അപ്പോൾ അത് ചെയ്യുന്നത് അവർക്ക് പ്രചാരണം നടത്തരുതെന്ന് നമ്മൾ പറയുന്നതിൽ ഒരു ന്യായമില്ലായ്മയുണ്ട്. അതേപോലെ കോൺഗ്രസിന് വേണ്ടി വേണമെങ്കിൽ നടത്താം. അവരുടെ ജയിക്കും ടിവിയുടെ റിപ്പോർട്ടിൽ ഇഷ്ടം പോലെ അവർ വിയർവെച്ച് നടത്താം. നമ്മൾ അതിനെ ഒന്നും. പക്ഷേ ഏഷ്യാനെറ്റ് പോലെ നിഷ്പക്ഷം എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ ഇരുന്നോ കൊണ്ട് ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ്. അത് അനുവദിച്ചു കൊടുക്കേണ്ടാത്ത ഒരു കീഴ്വഴക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാലാണ് ഞാൻ ഉടൻ തന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ പോച്ചിടേണ്ടി വരും. എന്തായാലും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇങ്ങനെ ഇടതുപക്ഷ മുന്നണിയുടെയോ അല്ലെങ്കിൽ വലതുപക്ഷ മുന്നണിയുടെയോ അല്ലെങ്കിൽ NDAയുടെയോ ഒക്കെ ആളുകൾ നിങ്ങളെ സമീപിച്ചേക്കാം. ചാടി കയറിയൊന്നും അഡ്മിനാകാൻ വേണ്ടി നിൽക്കരുത്. അത് നമ്മളുടെ ജോലിക്ക് നിരക്കുന്ന ഒന്നല്ല. നമ്മളെ സംബന്ധിച്ച് വിവരങ്ങൾ, നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ കൂടുതൽ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് പകരം വീണ ജോർജിനോട് പക വീട്ടാൻ വേണ്ടി അവിൻ വർക്കി എന്ന് പറയുന്ന ആൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിൻ വർക്കിയുടെ PR സ്ട്രാറ്റജിസ്റ്റായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ PR വർക്ക് ചെയ്യുന്ന ആളായിട്ടോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടോ ഒക്കെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ നാണക്കേടല്ല. നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചും അല്ലറ ചില്ലറ നാണക്കേടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഇത്തരം ചതിക്കുഴിയല്ലത്, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ പോയി പെട്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോയി ഇടപെട്ട് ഈ പറയുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു മഹനീയ പ്രവൃത്തിയുടെ ആ മഹനീയത കളഞ്ഞു കുളിക്കരുതെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. നമസ്കാരം.